ഹലോ എവരിബഡി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൺ നാഷൻ വൺ എലക്ഷൻ എന്ന പുതിയ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ്. നമുക്കറിയാം, മോഡി ഗവൺമെൻറ്റാണ് പുതിയ ഭരണഘടനാ ഭേദഗതിക്ക് നീക്കുപോക്ക് നടത്തിയിരിക്കുന്നത്. 2014 മുതൽ BJPയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് അവർ വൺ നാഷൻ വൺ എലക്ഷൻ നടപ്പാക്കുമെന്നുള്ള കാര്യം. എന്താണ് ഈ വൺ നാഷൻ വൺ എലക്ഷൻ? അത് ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം, അതായത് രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ യൂണിയൻ കേന്ദ്രത്തിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പും നടപ്പാക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് 3 തരത്തിലുള്ള സർക്കാരുകളുണ്ട്. യൂണിയൻ ഗവൺമെൻറ് ഉണ്ട് കേന്ദ്രത്തിൽ, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ സംസ്ഥാന സർക്കാരുണ്ട്, പഞ്ചായത്ത് തലങ്ങളിൽ പഞ്ചായത്ത് സർക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള സർക്കാരുകളാണ് നമുക്കുള്ളത്. ഈ 3 സർക്കാരുകൾക്കും അധികാരം ഭരണഘടന തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്, വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സംവിധാനമാണ് ഫെഡറൽ പ്രിൻസിപ്പിൾസ് എന്ന ഗണത്തിൽപ്പെടുക. ഫെഡറൽ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന തന്നെ ഈ 2 സർക്കാരുകൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും. ഇതിന് 5 വർഷ കാലാവധിയാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം 5 വർഷ കാലാവധിയാണ് 2 സർക്കാരുകൾക്കും ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം 1947 സ്വാതന്ത്ര്യം നേടി. 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. അന്ന് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ടൊക്കെ ആഘോഷിക്കുന്നുണ്ട്, ജനുവരി 26-ന്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം സാക്ഷാത്കരിച്ചിട്ടുള്ളത്. അതായത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനകീയ സർക്കാർ അധികാരം വരണം, അതിലൂടെയാണ് ജനാധിപത്യം സാക്ഷാത്കരിക്കപ്പെടുക. അപ്പോൾ അതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലുള്ള സംവിധാനങ്ങൾ. അങ്ങനെ 1950 ജനുവരി 24-ന് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായി. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1952-ലാണ് നിലവിൽ വന്നത്. ജനകീയ സർക്കാർ അധികാരത്തിൽ വന്നത് 1952-ലെ ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരേ സമയം ഫെഡറൽ പ്രിൻസിപ്പിൾസും പാർലമെൻ്ററി സംവിധാനവുമാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. അതായത് യൂണിയൻ തലത്തിൽ പാർലമെൻറ്റ് സംവിധാനമുണ്ട്, സംസ്ഥാന തലങ്ങളിലും ഈ പറഞ്ഞ നിയമസഭ എന്നാണ് പറയുന്നത് പാർലമെൻ്ററി സംവിധാനമുണ്ട്. സ്റ്റേറ്റ് സബ്ജക്റ്റുകൾക്ക്, അതായത് നിയമസഭകൾക്ക് നിയമനിർമ്മാണങ്ങൾ നടത്താം. അതുപോലെ തന്നെ യൂണിയൻ സബ്ജക്റ്റുകൾക്ക് കേന്ദ്ര പാർലമെൻറ്റിലും നിയമനിർമ്മാണങ്ങൾ നടത്താം എന്നുള്ളതാണ് അവിടുത്തെ നമ്മുടെ ഒരു സിസ്റ്റം. അപ്പോൾ 5 വർഷ കാലാവധിയുള്ള 2 സർക്കാരുകൾക്കും എപ്പോൾ വേണേലും താഴെ വീഴാം. ഈ 2 സർക്കാരുകൾക്കും വ്യത്യസ്ത അസ്തിത്വങ്ങളാണുള്ളത്. യൂണിയൻ സർക്കാർ 5 വർഷ കാലാവധിയുണ്ട്. അതിന് 5 വർഷ കാലാവധിക്കിടയിൽ അവർക്ക് എപ്പോൾ വേണേലും താഴെ ഇറങ്ങാം, എപ്പോൾ വേണേലും താഴെ വീഴാമെന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് നമുക്കറിയാം, നമ്മുടെ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷിക്കാണ് ഭരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷി ഭരിക്കുമ്പോൾ അവർക്ക് എപ്പോൾ വേണേലും ഈ 5 വർഷ കാലാവധിക്കിടയിൽ എപ്പോൾ വേണേലും അവർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടാം. ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതോടുകൂടി അവർക്ക് താഴെ ഇറങ്ങേണ്ടി വരും, അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും. അതാണ് സംവിധാനം. ആ സംവിധാനം തന്നെയാണ് സംസ്ഥാന തലത്തിലും ഉള്ളത്. ഇപ്പോൾ ഏത് നിയമസഭയിൽ അധികാരത്തിലുള്ള സംസ്ഥാന സർക്കാർ അധികാരത്തിലുള്ള ഏത് പാർട്ടിയും അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് അധികാരം വിട്ടു മാറേണ്ടി വരും. അതാണ് നമ്മളുടെ പാർലമെൻ്ററി സംവിധാനം എന്ന് പറയുന്നത്. ഇത് കേന്ദ്രത്തിലും സംസ്ഥാന തലങ്ങളിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് 1952-ലെ തെരഞ്ഞെടുപ്പ് നടന്നു. അതിനുശേഷം പിന്നീട് പല സംസ്ഥാനങ്ങൾക്കും 5 വർഷ കാലാവധി പൂർത്തീകരിക്കാതെ എന്ത് ചെയ്യേണ്ടി വന്നു, സർക്കാർ മാറുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പല കാലങ്ങളിലായിട്ട് പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ സംജാതമാവാൻ കാരണം. അതാണ് നമ്മുടെ ഫെഡറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഫെഡറൽ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സർക്കാരുകൾക്കും തുല്യ പ്രാധാന്യമാണ്. യൂണിയൻ സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഭരണഘടനാപരമായി തുല്യ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ്
5 വർഷ കാലാവധിക്ക് ഭരണഘടന നിജപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മോഡി കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരം 1 നാഷൻ 1 ഇലക്ഷൻ എന്ന ഈ പരിഷ്കാര നടപടി ഉണ്ടാകുന്നതെന്താണ്? അത് ഈ ഫെഡറൽ പ്രിൻസിപ്പിൾസിന് നിരക്കാത്ത ഒരു നടപടിയാണ്. 5 വർഷ കാലാവധി പൂർത്തീകരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവും. നമ്മുടെ പോളിറ്റിയെ ആകെ അടപടലം മാറ്റിമറിക്കുന്ന ഒരു ഭേദഗതിയാണിത്. നമ്മുടെ ഫെഡറൽ പ്രിൻസിപ്പിൾസ് അത് നിരക്കാത്ത ഒരു നടപടിക്രമമായിരിക്കും ഉള്ളത്. നമുക്ക് ഫെഡറൽ പ്രിൻസിപ്പിൾസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടനയാണ്. നമ്മുടെ രാജ്യം നമുക്കറിയാം നമ്മുടെ രാജ്യമാക്കി നിലനിർത്തുന്നത് നമ്മുടെ ഭരണഘടനയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം. ഉപദേശീയതകൾ, വിവിധ സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങളിൽ അധിഷ്ഠിതമായ ഉപദേശീയതകൾ ധാരാളമുണ്ട്. ആ ഉപദേശികളെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലെ അസ്തിത്വങ്ങൾ. ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് മലയാളി എന്ന ഒരു ഉപദേശീയത, തമിഴ് എന്ന ഒരു ഉപദേശീയത, കശ്മീരി, ബംഗാളി, പഞ്ചാബി, മഹാരാഷ്ട്ര, ഗുജറാത്തി എന്നിങ്ങനെ വിവിധങ്ങളായ ഉപദേശീയതകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ ഉപദേശീയതകളെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സംസ്ഥാനങ്ങളുടെ അസ്തിത്വം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു യൂണിയനാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ തന്നെ പറയുന്നത് എന്താ? ഇറ്റ്സ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഭാവനയാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുള്ളത്? രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യകരമായ മുന്നോട്ട് പോക്കിന് വേണ്ടിയാണ് ആ നിലക്കുള്ളൊരു സംവിധാനം നമ്മുടെ ദേശീയ നായകന്മാർ ആ നിലക്ക് വിഭാവന ചെയ്തത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ഫെഡറൽ പ്രിൻസിപ്പിൾസിന് നിരക്കാത്ത, പാർലമെൻ്ററി ഡെമോക്രസിക്ക് നിരക്കാത്ത ഒരു ആശയമാണ് 1 നാഷൻ 1 ഇലക്ഷൻ എന്ന ഈ പദ്ധതി. അത് തീർത്തും ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള, ഒരു അതോറിറ്റേറിയൻ സ്വഭാവമുള്ള ഒരു സമീപനമാണ്, ഒരു സംസ്കാരമാണ് ആ രാഷ്ട്രീയധാരയ്ക്കുള്ളത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ BJP അത് ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. അത് ഒരു ഏകാധിപത്യ, ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് BJP നയിക്കുന്നത്. ഒരു നേതാവ് ആ രാജ്യം ആകെ മൊത്തം ഭരിക്കുന്ന ഒരു ആശയമാണ് ഹിന്ദുത്വയ്ക്കുള്ളത്, ഫാസിസത്തിനുള്ളത്. 1 ലീഡർ 1 നാഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമീപനം അത് നമ്മുടെ രാജ്യത്തിന് നിരക്കുന്നതല്ല, ഒരു ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ, ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെ ആ പ്രാദേശികമായ മേധാവിത്വങ്ങൾ നമ്മൾ അംഗീകരിച്ചു പോകുന്ന ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം, ഒരു ചങ്ങാത്ത കൂട്ടുകെട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അത്തരത്തിലാണ് ഒരു ജനാധിപത്യ വിഭാവന. നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു ഏകാധിപത്യക്ക് കീഴിലായിക്കൂടാ. ഒരേ നേതാവ് അടപടലം രാജ്യം ഭരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അത് ജനാധിപത്യത്തിന് നിരക്കാത്തതാണ്. അത് ഉപദേശീയതകളെ അടപടലം മാറ്റിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത് നമ്മുടെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾക്ക് ആരോഗ്യകരമായ നിലനിൽപ്പിന് വിഘാതമുണ്ടാക്കുന്ന ഒരു നടപടിക്രമമാണ്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ ദേശീയത, അഖണ്ഡത അതിനെ നിരക്കാത്ത ഒരു സമീപനമാണ് ഫാസിസ്റ്റ് പാർട്ടി വിഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് തീർത്തും ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ട ഒരു കാലം കൂടിയാണ് ഇത് എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, താങ്ക് യു.